നമസ്കാരം സുഹൃത്തുക്കളെ, ജോസ്മിയാണ്. ഞാനേ കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാക്കിംഗ് ഒക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് ഈ ഫോൺ എടുത്ത് ഞൊണ്ടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഞൊണ്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ യൂട്യൂബ് കമൻസിൽ ഞാനൊന്ന് കയറി നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ഒരു 1-2 കമൻറ്റുകൾ ഞാൻ അടുപ്പിച്ച് ഞാൻ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ പോട്ടെ പോട്ടെ വേണ്ട എന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരു റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. വേണ്ടാന്ന് വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ആ കമൻറ്റും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു റിപ്ലൈ അങ്ങ് കൊടുത്തേച്ച് പോവാം, ഒരു റിയാക്ഷൻ അങ്ങ് നടത്തേച്ച് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആഗതയായിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മൂൺ ഗോഡസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ എനിക്ക് കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടുതലും അവരെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡെലിവറി ഇതുവരെ കിട്ടിയിട്ടില്ല, പ്രൊഡക്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഡെലിവറി ലേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്തൊരു 10% ആൾക്കാർ എന്നെ ബ്ലെയിം ചെയ്യാൻ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് അന്തോ കുന്തോ ഇല്ലാത്ത മനുഷ്യന്മാരെന്ന് പറയത്തില്ല, അവർക്ക് എന്താണ് തനി മലയാളി സ്വഭാവം, എന്താണ് ശരിക്കും നടന്നത് എന്ന് അറിയാൻ പോലും ശ്രമിക്കാതെ, അതിനകത്ത് എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക പോലും ചെയ്യാതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആറാടുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറച്ച് ലോക്കൽ മലയാളീസുകളുണ്ടല്ലോ, ആ ടീമുകൾക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. കൂടത്തിൽ നമ്മുടെ മോൺ ഗോഡസിൻ്റെ മാഡത്തിൻ്റെ ഒരു ഇൻഫോ വീഡിയോയും ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് റിയാക്ഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ മാഡം എന്നെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഈ റീലിനകത്ത്, അതിനും ഒരു റിപ്ലൈ തരണമെന്ന് കരുതി. അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റുമോ? നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ, അല്ലേ? ഒന്നും അല്ലല്ലോ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ടല്ലേ പുള്ളിക്കാരത്തി ഒരു ഇൻഫോ വീഡിയോ എന്നുള്ള പേരിൽ ഒന്നും അറിയാത്ത പോലെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എഴുന്നള്ളിയത്. അപ്പോൾ നമുക്ക് റിയാക്ഷനിലോട്ട് കടക്കാം. ആദ്യം തന്നെ കമൻസുകളൊക്കെ വായിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കമൻസുകൾ വായിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇവന്മാരെ പൊട്ടന്മാരാകുവാണല്ലോ ദൈവം, അല്ലെങ്കിൽ ഇവളുമാര് പൊട്ടന്മാരാകുവാണല്ലോ ദൈവമേ എന്നുള്ള ചിന്തയാണ് എനിക്ക് വരുന്നത്. ഒന്നും അറിയത്തില്ല എന്താണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വില പോകുമല്ലേ ചെയ്തത്. പിന്നെ ഇവർക്കൊന്നും ഒറിജിനൽ ID ഒന്നും ആയിരിക്കുമല്ല, അതുകൊണ്ട് റിയൽ ID തന്നെ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഈ ഫേക്ക് കോളികളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും നിങ്ങൾ ചിലർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ആൾക്കാർ ആ കമൻറ്റുകളെ അങ്ങ് ലൈക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്രയും ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അത്രയും വിവരദോഷികളുണ്ട് എന്നാണ് അതിനർത്ഥം. സോ അതിനുള്ളൊരു മറുപടിയും കൂടെ തരാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന എല്ലാം ഉണ്ട്. എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ളൊരു ആരോഗ്യസ്ഥിതി പോലും ഇല്ല. കാരണം മൂക്കൊക്കെ അടഞ്ഞിട്ടേ ഒരു ബ്രീത്തിങ് പ്രശ്നം വരെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പോകാൻ വേണ്ടിയും കൂടെ റെഡി ആയിട്ട് നിൽക്കുക, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട്. എന്നാലും ഇതൊന്ന് പറഞ്ഞു തീർച്ചിട്ട് അങ്ങ് പോയേക്കാന്ന് കരുതി. കാരണം അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അതിൽ കമൻറ്റിലോട്ട് കിടക്കാം. Sherin766 എന്ന് പറഞ്ഞ ID എന്നാണ് ഈ കമൻറ്റുകളൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഒരിക്കലും അമളി പറ്റുന്നത് ഓക്കെ, വീണ്ടും വീണ്ടും ലോകത്ത് വേറെ എവിടെയും ഡ്രസ്സ് കിട്ടാത്തത് പോലെ അവരുടെ അടുക്കൽ നിന്ന് എടുക്കുന്ന നിങ്ങളോ, അതിന് മാത്രം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ കോണ്ടന്റ് തന്നെ മുഖ്യം. പിന്നെ അങ്ങ് കണ്ടുപിടിച്ച് കളഞ്ഞില്ലേ കൊച്ചു കള്ളി. എൻ്റെ പൊന്നു ഷെറിനെ, ഒരിക്കലും എനിക്ക് അമളി പറ്റിയിട്ടില്ല അവരുടെ അടുത്ത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇതിന് മുമ്പ് നിങ്ങൾ എൻ്റെ പേജിൽ കണ്ടിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്ത് നോക്ക്. ഞാൻ അവരുടെ ഡെലിവറീനെ പറ്റി പലരും കംപ്ലൈൻറ്റ് പറയുമ്പോഴും ഞാൻ അതിനകത്ത് ആദ്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ഇറക്കുന്നത് ഞാനാണ് ഈ യൂട്യൂബ് ഹിസ്റ്ററിയിൽ. നിങ്ങളെടുത്ത് നോക്കിക്കോ. കാരണം അവർക്ക് ക്വാളിറ്റിയുള്ള സാധനമാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തപ്പം ഫസ്റ്റ് ഇവരുടെ അടുത്ത് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല ഇവർക്ക് ഇത്രയും ഡിലേ ആകും എന്നുള്ളത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഡിലേ ആകുമെന്നുള്ളത്. കാരണം ഫസ്റ്റത്തെ എൻ്റെ ഓർഡർ എനിക്ക് 3.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തതെല്ലാം എനിക്കൊരു 7 മന്തിന് ശേഷമാണ്, എനിക്കൊന്നൊരു 6 or 7 മന്തിന് ശേഷമാണ് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയ സാധനം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായി ആ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും ഒരിക്കലും അമളി പറ്റുന്നത് ഓക്കെ, ഞാൻ വീണ്ടും അമളികൾ വിളിച്ച് വരുന്നു. എനിക്ക് അമളി പറ്റിയിട്ടില്ല സുഹൃത്തെ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അവരുടെ പ്രൊഡക്റ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പർച്ചേസ് ചെയ്തത്. അതും വർക്കിംഗ് ഡേയ്സ് കുറച്ച് കാണിച്ചതുകൊണ്ട്. ഓക്കെ, പിന്നെ അതിന് മാത്രം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവരത് പുച്ഛിച്ച് പറഞ്ഞാണ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി ഉള്ളതായിരുന്നു. മറ്റുള്ളവരെ എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ അവരുടെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ആ ഒരു 5 പ്രൊഡക്റ്റ് ആണെന്നാണ്, അത് 4 ആണോ 5 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. 5 പ്രൊഡക്റ്റ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സ്റ്റിൽ ഐ എം യൂസിങ് ദാറ്റ് ക്ലോത്തുകൾ. ഞാൻ മെഷീൻ വാഷ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് അതിനെ കൊണ്ട് ഒരു പ്രശ്നങ്ങളോ തുണി ചീത്തയായി പോവലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ അവരെ പറ്റി ഒരു നെഗറ്റീവായിട്ടൊരു സംസാരം ഞാൻ ഇട്ടത് അവരുടെ കോട്ടൺ ഡ്രസ്സുകൾ നമ്മൾ വാങ്ങാതിരിക്കുക. കാരണം അതിൽ ലൈനിങ് ആഗ്രഹിച്ച് വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങാതിരിക്കാം. അവരതിനകത്ത് ലൈനിങ് ഇല്ല.
എന്നുള്ള കാര്യമാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അല്ലാതെ ഞാൻ അവർ ഡെലിവറിനെ പറ്റിയിട്ടോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടോ ഞാൻ എവിടെയും ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല. ആ കോട്ടൺ എക്സെപ്റ്റ് ദാറ്റ് കോട്ടൺ കുർത്തി, കാരണം ലൈനിങ് ഇല്ലാതെ നമ്മൾ ഇടുമ്പം നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിയൊക്കെ നിൽക്കുക, നമുക്ക് ഒട്ടും എല്ലാവർക്കും അല്ല, ചിലർക്കത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ ആ ഒരു ഇൻഫോ ആണ് പാസ് ചെയ്ത്. അല്ല അവർ ഡെലിവറീനെ പറഞ്ഞിട്ടോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീനെ പറഞ്ഞിട്ടോ എനിക്ക് ഇതുവരെ നമ്മൾ പറ്റിയിട്ടില്ല അവരുടെ അടുത്ത്. കാരണം എൻ്റെ അടുത്തുള്ള ഡ്രസ്സുകൾ അത്രയും നല്ലതാണ് അവരുടെ സാധനം. ഓക്കെ, പിന്നെ ഇതിപ്പം കോണ്ടന്റ് തന്നെ മുഖ്യം. പിന്നെ എനിക്ക് കണ്ടന്റുകൾ ഇല്ലാണ്ട് ഞാനങ്ങ് കഷ്ടപ്പെട്ട് നടക്കുകയാണ് ഇവിടെ. എനിക്ക് സമയമില്ല. ഇഷ്ടംപോലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ നേരം കിട്ടാത്തത് കൊണ്ടാണ് ഞാനതൊന്നും ഞാൻ ചെയ്യാറ്. കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ വരുന്നത് തന്നെ എനിക്ക് നേരം കിട്ടാനായിട്ടാണ്. എൻ്റെ ഈ ഫോണിൽ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് അതിനകത്ത് പെൻഡിങ് കിടക്കുവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ലാപ്പിലോട്ട് ഞാൻ ഫയൽസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മെമ്മറി ഫുൾ ആവുകയാണ്. എനിക്കല്ലാതെ ഇവരെ വെച്ച് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്കത് എന്നേ ആകായിരുന്നു. ഈ 3-4 മാസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അല്ല, ഈ യൂട്യൂബ് ഹിസ്റ്ററിയിൽ ഇവരെ പറ്റി നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഒത്തിരി ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ട് അവരുടെ ഡ്രസ്സ് എൻ്റെ ഇരിപ്പുണ്ട്, ഏതെങ്കിലും ഡ്രസ്സ് കയ്യിലെടുത്തിട്ട് ഈ ഡ്രസ്സ് കൊള്ളത്തില്ല എന്നുള്ള വെറുതെ ഫേക്കായിട്ട് കൊള്ളത്തില്ല എന്നുള്ളത് പറഞ്ഞ് എനിക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ. അല്ലാണ്ട് ഇവരെ പറ്റി ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എൻ്റെ പൊന്ന് വിഡ്ഢി ശിരോമണികളെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ മുമ്പ് ഇവരുടെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്ത് കിട്ടാതെ വീഡിയോ ഇട്ടിരുന്നതല്ലേ? എപ്പോ? ശിവ 409. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവരിടുന്ന പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തത്. എൻ്റെ പൊന്നു മക്കളെ, ഇവരുടെ മുമ്പ് നിന്ന് എനിക്ക് ഇന്നേ വരെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള നിങ്ങളൊന്നൊരു പ്രൂഫായിട്ട് എടുത്തുകൊണ്ട് വരോ ഞാൻ എവിടെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നുള്ളൂ. കാരണം എനിക്കറിയാം ഇവരുടെ ഡിലേ ആകും എന്നുള്ളത്. ഡിലേ ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഓർഡർ കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് പറയാൻ മാത്രം കണ്ടന്റ് ദാരിദ്ര്യം എനിക്കില്ല. നിങ്ങൾ ഒരു പ്രൂഫ് എടുത്തുകൊണ്ട് വാ. ഞാൻ അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന് മുമ്പ് വീഡിയോസ് ഇട്ടത്. പൊട്ടകൾ എല്ലാം കൂടെ ഇറങ്ങിക്കോണം ഇങ്ങോട്ട്. പിന്നെ ഇതിനാ വീണ്ടും നാട്ടിൽ വേറെ ബൊട്ടിക്കില്ലാത്ത പോലെ. അതൊരു കറക്റ്റ് ഇത് ഈ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നാട്ടിൽ വേറെ ബൊട്ടിക്കില്ലാത്ത പോലെ എന്നൊക്കെയുള്ള ഒരു ചുമയുണ്ട്. ആ പറഞ്ഞ ന്യായമാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഈ 6 മാസം 7 മാസം 8 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം എന്നുള്ളതൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനത് പറയാൻ കാരണം ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നു. ഒക്ടോബറിൽ ഞാൻ ഒരെണ്ണം ഇവരുടെ അടുത്ത് ഇപ്പോൾ നിലവിലേക്ക് കിട്ടാനുള്ള 2 ഡ്രസ്സാണ്. ഒന്ന് ഒക്ടോബർ 2024 ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റും ഈ 2025 ജനുവരി 26 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുമാണ് കിട്ടാനുള്ളത്. ആ ഒക്ടോബറിലെ സംഭവം നോർമൽ ഡെലിവറി ആയിരുന്നു. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് കാണിച്ച സാധനമാണ്. അതെനിക്ക് ഞാൻ ചാവുന്നതിന് മുമ്പിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഫസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒക്ടോബറിൽ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഇതില്ലേ ഓം ശാന്തി ഓശാന, അതിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള അതിനകത്ത് നസ്രി ഇടുന്ന ഒരു സൽവാറില്ലേ, ഇവിടെ ഇങ്ങനെ ഫ്രിൽസൊക്കെ ഉള്ള സിംഗിൾ കളറിൽ സോളിഡ് കളറിൽ ഫ്രിൽസൊക്കെ കയ്യിലും നെക്കിലൊക്കെ വരുന്നത്, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അതേ ടൈപ്പ് ഒരു സാധനം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ജിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു JR ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഇൻസ്റ്റയിൽ തന്നെയുള്ള പേജിൽ നിന്ന് ഞാൻ അവരെയും കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കുകയത്. ഞങ്ങൾ 6 പേർക്കുള്ളത് ഞാൻ അവരെയും കൊണ്ട് ആ മോഡൽ കാണിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കുന്നത്. അതും മൂൺകോടസുകാരെ ഉണ്ടായിരുന്നത് വെറും എയർലൈനാണ്, പ്ലെയിൻ എയർലൈനാണ്. പക്ഷേ ഇവരുടെ അടുത്ത് ഞങ്ങൾ ഓർഡർ കൊടുത്തത് 6 പാനലിലുള്ള സാധനമാണ്. 6 പാനലിലുള്ള സാധനം ഫുൾ സ്ലീവ് വെച്ചിട്ട് വിത്ത് ഷോൾ അടക്കം ഞങ്ങൾക്ക് അതിൻ്റെ റേറ്റ് ആയത് 925 ആണ്. വെറും 925 ആയിട്ടുള്ളൂ. എനിക്ക് കൈ കിട്ടിയ സാധനം നല്ല പക്ക സ്റ്റിച്ചിങ് ആയിരുന്നു, അടിപൊളി സാധനമായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ ഓം ശാന്തി ഓശാനയുടെ ഒരു റെഫറൻസിലുള്ള ഒരു മോഡലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇങ്ങനെ ആൾക്കാർ നന്നായി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പം ഇപ്പോൾ ഇവരുടെ ഏതെങ്കിലും മോഡൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവരോട് പറഞ്ഞു കൊടുത്താൽ ഇവർ ഹാൻഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പോലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല ഇഷ്ടംപോലെ അങ്ങനത്തെ ആൾക്കാർ. അവരെയും കൂടെ നമ്മൾ ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഈ മൂൺകോടസുകാരുടെ അടുത്ത് ഞാൻ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത് 400. ഇവർ 399 499 അങ്ങനെയൊക്കെ റേറ്റ് പറഞ്ഞാലും ഇവർക്ക് ടാക്സും ഉണ്ട്, അതുപോലെ ഡെലിവറി ചാർജും ഉണ്ട്. ഈ ടാക്സും ഡെലിവറി ചാർജും ഏകദേശം 100 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. വേറെ ഏത് നമ്മളിപ്പോൾ റീസെല്ലേഴ്സ് ആയാലും ബൊട്ടീക്സ് ആയാലും നമ്മൾ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യുമ്പം 50 രൂപ പോട്ടെ, DTDCക്ക് 80 രൂപയിൽ പരിപാടി നിൽക്കുന്നിടത്ത് മൂൺകോടസുകാർക്ക് അത് 100 150 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകുന്നുണ്ട്. 100 മുകളിൽ എന്തായാലും ഉണ്ട്. ഒരു CGST SGST എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സ് ഒക്കെ.
അപ്പോൾ ഇവർ അതിനകത്ത് 299 399 കാണിച്ചാലും നമ്മൾ പേ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു 500-നടുത്ത് സംഭവം എത്തും. അപ്പോൾ ആ ഒരു റേറ്റ് നമ്മൾ കൊടുത്തിട്ട് ഈ വർഷങ്ങളോളം അല്ലെങ്കിൽ ഈ മാസങ്ങളോളം നമ്മൾ കാത്തിരിക്കുന്നതിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 6 ഡ്രസ്സും അവരെ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് എത്തിച്ചു. കാരണം ഇതാണ് ഞങ്ങളുടെ ഡെഡ് ലൈൻ അല്ലെങ്കിൽ ഡ്യൂ ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്തിനുള്ളിൽ എല്ലാ ഡ്രസ്സുകളും ഞങ്ങൾ എത്തിക്കുകയും ചെയ്തു. പക്ക സ്റ്റിച്ചിങ് അടിപൊളിയാവുകയും ചെയ്യും. ഇത്രയും ഡിലേ ആവുന്ന ആൾക്കാരെ നമ്മൾ പൈസ കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഇവർക്ക് അത്ര റേറ്റ് കുറവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ നേരത്ത് പിന്നെ ആ കാണിക്കുന്നതിലും 100, 150, 200 രൂപയൊക്കെ നമുക്ക് കൂടുതൽ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിപ്പം ഇവർ ഈ കിടക്കുന്ന ഈ ജോർജറ്റ് മെറ്റീരിയലൊക്കെ പക്ക റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ മീറ്ററിന് 50 രൂപ 60 രൂപയൊക്കെ അങ്ങോട്ടേ ഉള്ളൂ. ആ ഒരു മീറ്റർ നമ്മൾ ഇവിടുന്ന് വാങ്ങി നമുക്കറിയാവുന്ന ആരെങ്കിലും കൊണ്ടൊക്കെ ഞാൻ 6 പാനലിൽ ഞാൻ ചെയ്യിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 925 950 അങ്ങാണ് ഞങ്ങൾക്ക് കിട്ടിയത് 6 പാനലിൽ കേട്ടോ. 6 പാനലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ സ്റ്റിച്ചിങ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 400 500 ഒക്കെ റേറ്റിലോട്ടൊക്കെ പോകും. അപ്പം മൂൺകോളസുകാർ ചെയ്ത് നിൽക്കുന്ന വെറും എയർലൈനാണ്. ഇവർ 6 പാനൽ ചെയ്തിട്ട് പോലും 950 ഒക്കെ എനിക്കായിട്ടുള്ളൂ. നല്ല പക്കയായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ പറഞ്ഞൊക്കെ കറക്റ്റാണ്. വേറെ ബൊട്ടിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വേറെ ബൊട്ടിക്കും കാര്യങ്ങളും ഇനി ചിന്തിക്കുന്നു. നമ്മൾ ഓൺലൈനുകാരെ ഇപ്പം ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പം സത്യം പറഞ്ഞാൽ പക്ക മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം ഒരു KCVFT എന്നാണ് ഐഡിയ. അവരെക്കാളും വലിയ കള്ളത്തരം നിങ്ങളല്ലേ കാണിക്കുന്നത്. പെണ്ണെ നിങ്ങൾക്കറിയാം അവരിങ്ങനെ തന്നെയാണ്, അവരുടെ പ്രൊഡക്ട്സ് വലിയ ഗുണമൊന്നുമില്ല, ലേറ്റാകും, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ 1000 ആൾക്കാർ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇത് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം കണ്ടന്റ്. നാണമില്ല സ്ത്രീയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? നാണമില്ല ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? എൻ്റെ പൊന്നു സുഹൃത്തെ, നിനക്കൊക്കെ ബോധമില്ലെന്ന് കരുതിക്കൊണ്ട് അത് ഇവിടെ വന്നുകൊണ്ട് കാണിക്കാൻ നിൽക്കല്ലേ. പബ്ലിക്കിൻ്റെ മുമ്പിൽ നിനക്കൊന്നും ബോധമില്ല എന്നുള്ളത് വന്ന് കാണിക്കരുത്. എനിക്കറിയാം അവരുടെ പ്രൊഡക്റ്റുകൾ വലിയ ഗുണമൊന്നുമില്ല. എനിക്കെങ്ങനെ അറിയാം സുഹൃത്തെ? എൻ്റെ കയ്യിൽ കിട്ടിയ സാധനമൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ ഞാൻ കൂടെ പറയിപ്പിക്കാതെ കേട്ടോ. 100 തവണ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടിയ സാധനമൊക്കെ നല്ലതായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ റീഓർഡർ കൊടുത്ത് നോർമൽ ഡെലിവറിക്ക് വേണ്ടുമല്ല 30 വർക്കിംഗ് ഡേയ്സ് കണ്ടുകൊണ്ട് മാത്രം. അതർവൈസ് ഞാൻ ഓർഡർ കൊടുക്കില്ലായിരുന്നു. പിന്നെ ലേറ്റ് ആകും, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ 1000 ആൾക്കാർ പറയുന്നുണ്ടെന്നേ. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ നോക്കേണ്ട കാര്യമുള്ളൂ. പലർക്കും ക്വാളിറ്റി ഇല്ലാത്തോ അല്ലെങ്കിൽ ഡെലിവറി ഡിലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഡെലിവറി കറക്റ്റ് ഞാൻ പ്രതീക്ഷിച്ച് 6 മാസം 7 മാസം എന്നൊക്കെ ഉള്ളത് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് വന്നു. എനിക്ക് അപ്പം കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് അല്ലാണ്ട് ധൃതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. എപ്പോഴെങ്കിലും വന്നോട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചു. അവരുടെ ക്വാളിറ്റി എനിക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ഇത് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം കണ്ടന്റ്. ഒന്ന് പോടോ അവിടുന്ന്, തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തൊരു കമൻറ്റ് കേട്ടോ, ഇംഗ്ലീഷാ കേട്ടോ. ദേവിക 5677. I don't know why people still buying from this and making video. കുത്ത് bad experience blah 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 blah. അല്ല 2 ബ്ലായേ ഉള്ളൂ കേട്ടോ. കുത്ത്. You have already seen a lot people sharing their bad experience. Then still why? Oh my God, why you typical this kind of people? Why? I don't know why they are not opening my video and why they are not listening what I am saying in that particular video, and they are coming to my comment box and typing this type of nonsense blah 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 blah. Oh God, please at least give 1% of common sense. At least 1% of common sense. Otherwise ഇവരെ ഒന്നും ജനിപ്പിക്കല്ല. എന്താണിത്? എന്നെ കൊണ്ട് ഇതിക്കുള്ള ഇംഗ്ലീഷ് പറയിപ്പിച്ചാൽ നിങ്ങൾ താങ്ങില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. പുള്ളിക്കാർ പറയുന്നതാണ് ഇതിനോട് സ്റ്റിൽ എന്തുകൊണ്ട് വാങ്ങുന്നു. ഞാൻ മറുപടി പറഞ്ഞു. ഇംഗ്ലീഷിൽ വന്ന് പറഞ്ഞിട്ട് പോകുന്ന കരുതിക്കൊണ്ട് ഞാൻ മിണ്ടാണ്ടിക്കൊന്ന് വിചാരിക്കരുത്. അവരുടെ അടുത്ത് ഞാൻ വാങ്ങി, ഞാൻ ഓക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞേ. ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബാഡ് എക്സ്പീരിയൻസ് ബ്ലാ 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 ബ്ലാ. ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഞാൻ അവിടെ പറ്റിയ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ദേവിക. ഇപ്പോൾ അപ്പുറത്തെ ഒരു ചേട്ടൻ മറ്റുള്ളവരോട് മോശമായി പെരുമാറി എന്നോട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതേ നോക്കാറുള്ളൂ. എൻ്റെ അടുത്ത് എങ്ങനെയാണെന്നുള്ളത്. ചില ആൾക്കാരെ പറ്റി മറ്റുള്ളവർ ബ്ലൈൻഡായിട്ട് കമൻറ്റ് ചെയ്യുകയോ അവരെ ഫീഡ്ബാക്ക് പറയുകയോ ചെയ്യുമ്പം ഞാൻ ആ പർട്ടിക്കുലർ വ്യക്തി എൻ്റെ അടുത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കാറുള്ളൂ. ഇപ്പോൾ ഒരുത്തൻ പെണ്ണുപിടിയാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ അടുത്ത് ആ വ്യക്തി എങ്ങനെയാണെന്ന് ഞാൻ നോക്കും. എന്നിട്ടേ ഞാൻ അയാളെ അനലൈസ് ചെയ്യാറുള്ളൂ. എനിക്ക് മൂൺഗോഡസിൻ്റെ പ്രൊഡക്റ്റ് ഓക്കെ ആയിരുന്നു, ക്വാളിറ്റി പക്കയായിരുന്നു, എക്സെപ്റ്റ് ദാറ്റ് കോട്ടൺ കുർത്തി. പക്ഷെ അത് ലൈനിങ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും അതിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റീപർച്ചേസ് ചെയ്തത്. എഗെയിൻ പറയുന്നു, റീപർച്ചേസ് ചെയ്തത് 30 വർക്കിംഗ് ഡേയ്സ് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി എന്നെ കൂടി ഇംഗ്ലീഷ് പറയിപ്പിക്കരുത് കേട്ടോ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നതേ നമ്മുടെ
മൂൺ ഗോഡസ് മാഡം എന്നെ പറ്റി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു റീലിൻ്റെ ടോട്ടലാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സൂപ്പർ ഡൂളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് അവരുടെ ഒരു റീലിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. I think you have the responsibility to give an answer to the accusation by a YouTube vlogger. എന്നെയാണ് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം എനിക്കുള്ള മറുപടി കൊടുക്കണമെന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മൂൺ ഗോഡസിൽ നിന്നും റിപ്ലൈ വന്നിട്ടുണ്ട്. അവർക്ക് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കേട്ടോ കേട്ടോ. No need, because low price with normal delivery take time and clearly mentioned it in invoice. We don't want to reply for false content making YouTubers. അപ്പം ഞാൻ false content making YouTuber ആണെന്നാണ് നമ്മുടെ മാഡം പറയുന്നത്. ഓക്കെ, അവർ പറയുന്നത് no need, because low price with normal delivery take time and clearly mentioned in invoice. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനകത്ത് 30 വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറി ഉണ്ട് എന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് ഞങ്ങളെ പൊട്ടന്മാരാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞു അത് നോർമൽ ഡെലിവറി ഓപ്ഷനുള്ള പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പർച്ചേസ് ചെയ്യില്ല. 30 വർക്കിംഗ് ഡേയ്സ് കണ്ടതുകൊണ്ട് മാത്രം, അത് അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സാധനം കൈ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പം ഞാൻ അവിടെ ആരായി? ഫോൾസ് കോണ്ടന്റ് മേക്കിംഗ് യൂട്യൂബർ. ഞാൻ പറയുന്നില്ലല്ലോ. ഓക്കെ, ചെക്ക് ഹെയർ ഓൾ വീഡിയോസ്. ഷീ ഈസ് റെഗുലർ കസ്റ്റമർ ഓഫ് മൂൺ ഗോഡസ്. അത് ശരി, ഒരു കറക്ഷൻസ് ഉണ്ട് കേട്ടോ. ഐ എം നോട്ട് യുവർ റെഗുലർ കസ്റ്റമർ, ഐ വാസ് യുവർ റാൻഡം കസ്റ്റമർ. ഓക്കെ, റെഗുലറും റാൻഡവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ഓർഡർ, അത് റെഗുലർ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും നിങ്ങൾ ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും മന്ത്ലി നിങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്നവരെ നമുക്ക് റെഗുലർ കസ്റ്റമർ എന്ന് പറയാം. ബട്ട് ഐ എം നോട്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് 2021. ദെൻ അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് 2022. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തത് 2023-ലാണെന്ന് തോന്നുന്നു. ഒരു 3 പ്രൊഡക്റ്റ് ഒന്നിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത്. ദെൻ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തത് 2024 ഓർഡർ ചെയ്തു, 2025 ഓർഡർ ചെയ്തു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ടോട്ടൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു 5 പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഈ സിൻസ് 2021 to 2025 വരെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 7 പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആവുന്നത്? വല്ലപ്പോഴും വന്ന് ഒരു പ്രൊഡക്റ്റ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നവരെ റെഗുലർ കസ്റ്റമർ എന്നും പറഞ്ഞ് നിങ്ങൾ അപമാനിക്കരുത്. നിങ്ങൾക്ക് അറിയത്തില്ലേ? കുറേ ഇംഗ്ലീഷ് അവിടെ ചളവളാന്ന് വന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ മീനിങ് അറിയത്തില്ല. റെഗുലർ കസ്റ്റമർ പോലും എല്ലാ മാസം വന്ന് ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുമല്ലേ. ഞാൻ വല്ലപ്പോഴും വന്ന് ഒരു 5 പ്രൊഡക്റ്റോ ഇപ്പോൾ പോട്ടെ കിട്ടാനുള്ളതും കൂടെ നോക്കി, അത് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, കിട്ടാനുള്ളത് വെച്ചിട്ട് ഒരു 7 പ്രൊഡക്റ്റിൻ്റെ കൈ കിട്ടിയെന്ന് 7 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതും കരുതിക്കൊണ്ട് നിങ്ങളുടെ റെഗുലർ കസ്റ്റമറാണ് പോലും. എന്നെ ഇങ്ങനെ നിർത്തി അങ്ങ് അപമാനിക്കരുത് കേട്ടോ, എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. When their reach will low, the people make content for reach. That's not our problem. അതായത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, അവരുടെ റീച്ച്, എൻ്റെ റീച്ച് ലോ ആയപ്പോൾ എൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂൺ ഗോഡസിനെ വെച്ചിട്ട് വീഡിയോ ചെയ്തത്. പുതിയ യൂട്യൂബേഴ്സിൻ്റെ ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ വീഡിയോസിനൊക്കെ ഇനി റീച്ച് ഇല്ല, വ്യൂസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് മൂൺ ഗോഡസ് #. യു വിൽ ഗെറ്റ് മില്യൺസ് ഓഫ് വ്യൂസ്. ഓക്കെ, മനസ്സിലായാ? നിങ്ങൾക്ക് വ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ടാന്ന്. അതായത് നമുക്ക് വ്യൂസ് കുറവുള്ള ആൾക്കാർ വന്നിട്ട് ഈ മൂൺ ഗോഡസിൻ്റെ #, അങ്ങ് ഉപയോഗിക്കുകയോ മൂൺ ഗോഡസിൻ്റെ ഹെഡിങ്ങോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മില്യൺസ് ഓഫ് വ്യൂസ് അങ്ങ് കിട്ടുമെന്ന്. മനസ്സിലായില്ലേ മാഡം പറഞ്ഞത്? ഇനി അങ്ങനെ അങ്ങ് ഫോളോ ചെയ്തോ. ഇനി വ്യൂസ് ഇല്ലയെന്ന് പറഞ്ഞോണ്ട് എൻ്റെ പുതിയ യൂട്യൂബ് വ്ളോഗേഴ്സ് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. ചെറിയ വ്യൂസൊക്കെ ഉള്ള ആൾക്കാരൊന്നും വിഷമിക്കരുത്. കാരണം ഇവിടെ കറക്റ്റ് സൊല്യൂഷൻ മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ അങ്ങ് യൂസ് ചെയ്താൽ മതി, അവർക്ക് നല്ലപോലെ വ്യൂസ് അങ്ങ് കിട്ടും എന്ന് കേട്ടോ. നാളെ മുതൽ ഞാനും ഇനി അങ്ങനെ #, കൊടുക്കാൻ പോവാം. ഇടയ്ക്കൊരു വൃത്തിയായിട്ട് ചുമ വന്നേറി, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളിങ്ങനെ ഈ എന്താണ് വ്യൂസിനെ കുറിച്ചിട്ടും കോണ്ടന്റിനെ കുറിച്ചിട്ടും ആൾക്കാരിങ്ങനെ ഇതിനകത്ത് എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ വ്യൂസിനെ പറ്റിയിട്ട് ഒരിക്കലും ബോധേഡ് ആവുന്ന ഒരാളല്ല. കാരണം എനിക്കങ്ങനെ റെഗുലറായിട്ട് ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത പാടെ ലാക്കുകളും അല്ലെങ്കിൽ 1000കളും ഒക്കെ വ്യൂസ് കിട്ടുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല ഞാൻ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
കുഞ്ഞുങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അമ്മമാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഗർഭിണികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. അത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പം അത് ആവശ്യക്കാരെ വന്ന് കാണത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഞാൻ വ്യൂസിനെ കുറിച്ച് ഓർത്ത് ബോധേഡായിട്ട് ഞാൻ കാര്യമില്ല. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വന്ന് പോകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ പൈൽസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൈൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആരാ വന്ന് കാണുക? പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരെ വന്ന് കാണത്തുള്ളൂ. അല്ലാതെ ഈ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും വന്ന് കാണുമോ? ആരും കാണൂല. കുഞ്ഞുങ്ങൾക്ക് ചുമ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നാച്ചുറൽ റെമഡി ഉപയോഗിച്ചാൽ ചുമ പോകുമെന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ചുമയില്ലാത്ത മനുഷ്യന്മാരോ ആരെങ്കിലുമൊക്കെ വന്ന് കാണുമോ? കാണത്തില്ല. അത് ആവശ്യക്കാരെ ചുമയുള്ളവരെ വന്ന് തപ്പത്തുള്ളൂ, അപ്പോഴേ കിട്ടത്തുള്ളൂ. അതുപോലെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതും അത് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പ്രായമായിട്ടുള്ളവരും അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ആ വീഡിയോസ് കാണുക. അല്ലാത്തവരാരും അത് കാണുകയില്ല. ആണുങ്ങൾ വന്ന് കാണുമോ? കാണൂല. പീരീഡ്സ് നിന്ന വലിയ അമ്മമാർ വന്ന് കാണുമോ? കാണത്തില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടീമുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്യുന്നത്. അതോട് തന്നെ ഞാൻ വ്യൂസിനെ കുറിച്ച് ബോധമായിട്ട് എന്താണ് കാര്യമില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം വന്ന് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ വന്ന് ഷെയർ ചെയ്യുന്നു, ഞാൻ പോകുന്നു. അത് ഗ്രാജുവലി എൻ്റെ എല്ലാ വീഡിയോസിനും ആദ്യം ചിലപ്പം ബിലോ 1000 മാത്രമേ വ്യൂസ് ഉണ്ടാവത്തുള്ളൂ. കാരണം ആവശ്യക്കാർ വരണം, ആവശ്യക്കാരെ വന്ന് കാണത്തുള്ളൂ. അതിങ്ങനെ പിന്നെ പതുക്കെ ഗ്രാജുവലി അതിൻ്റെ വ്യൂസ് കൂടിയാണ് വരുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എപ്പോഴും എനിക്ക് കൂടിക്കൊണ്ടായിരിക്കുന്നത്. ഞാൻ അതിലാണ് സാറ്റിസ്ഫൈഡ്. കാരണം എന്നെ ഫോളോ ചെയ്യാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പം അതും കുറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആർക്കും നമ്മളെ കാണാൻ താല്പര്യമില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ദൈവം സഹായിച്ച് എപ്പോഴും കൂടാറുണ്ട്. വ്യൂസ് കുറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നം. വ്യൂസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കുള്ള പേയ്മെൻറ്റ് കുറയുമെന്നല്ലേ ഉള്ളൂ. ഞാൻ ഈ പേയ്മെൻറ്റ് ബോധേഡല്ലെന്നേ. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് കൊണ്ട് മാത്രം ജീവിക്കേണ്ട ഗതികേട് നിലവിൽ ദൈവം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വ്യൂസിൽ അധികം ബോധേഡല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കണ്ടന്റുകൾ അല്ലെങ്കിൽ വ്യൂസ് റീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ബ്ലൈൻഡായിട്ട് വന്നിട്ട് കമൻറ്റ് അടിക്കാൻ വരരുത്. നിങ്ങൾക്ക് എന്നെപ്പറ്റി അന്വേഷിച്ചാൽ മനസ്സിലാവും. യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ജീവിക്കേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു ഗതികേട് എനിക്കില്ല. ഓക്കെ, അതാദ്യം നിങ്ങൾ മനസ്സിലാവും. വലിയ അഹങ്കാരം പറയുന്നൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ്. അന്നും ഇന്നും എൻ്റെ കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും എനിക്കൊരു വരുമാനം ഉണ്ടായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ ദൈവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി, എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ഇടുന്നു. പിന്നെ ഇത് എനിക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നുമല്ല. എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ നടത്താണ്. കാരണം എൻ്റെ വ്യൂസ് അതുപോലെ അങ്ങനെയാണ് കൂടുന്നത്. വ്യൂസിനനുസരിച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. എനിക്കപ്പോൾ കിട്ടുന്ന പൈസ എൻ്റെ കൊച്ചു കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലാണ്ട് എനിക്ക് അതിനകത്ത് ഒത്തിരി പൈസ ഉണ്ടാക്കി കോടീശ്ശേരി ആവണമെന്നുള്ള ചിന്ത എനിക്കൊന്നുമില്ല. ആളുകളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്ന ചിന്ത ഒന്നും എനിക്കില്ല. പിന്നെ ഏറ്റവും രസം അതല്ല, റീച്ചിനെ പറ്റി സംസാരിക്കുന്നതും ഞാൻ ഫോൾസ് കോണ്ടന്റ് മേക്കിംഗ് യൂട്യൂബർ ആണെന്ന് പറയുന്നതും ആരാണെന്നും കൂടി ഒന്ന് നോക്കണേ. നമ്മുടെ മാഡമേ, നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വർക്കിംഗ് ഡേയ്സ് വരെ കുറച്ച് കാണിച്ച് നമ്മുടെ അടുത്ത് നിന്ന് പൈസയും ആദ്യം വാങ്ങി. ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജെന്യൂൻ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാറുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പ്രീപെയ്ഡായിട്ട് കാര്യങ്ങൾ അവർ ഓർഡർ എടുത്തതിന് ശേഷം നമ്മുടെ ക്യാഷും കയ്യിൽ വാങ്ങി വെച്ചിട്ട് ഇവരിരുന്ന് ഡയലോഗ് അടിക്കുന്നു, ഞാൻ ഫോൾസ് കോണ്ടന്റ് മേക്കർ ആണെന്ന്. അവർ പിന്നെ ഭയങ്കര പുണ്യാളത്തിയാണല്ലോ. നമ്മുടെ പൈസയും കൈ വാങ്ങി പിടിച്ചിട്ടേ അത് പറ്റിച്ചിട്ട് കബളിപ്പിച്ചിട്ട് നോർമൽ ഡെലിവറി കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും വേണ്ട 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് അവരെ കാണിച്ചിട്ട് നമ്മളെ പറ്റിച്ച് ഓർഡർ വാങ്ങിയെടുത്തതിന് ശേഷം അതേ ഒന്ന് ഞാൻ തുറന്നു വന്ന് പറഞ്ഞു, പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്ന് തുറന്നു പറഞ്ഞപ്പം ഞാൻ ഫോൾസ് കോണ്ടന്റ് മേക്കറായി. അല്ലേ കൊച്ചു കള്ളി മാഡം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരൊക്കെ നല്ലവർ, ആ പറ്റിക്കരൊക്കെ പുറത്ത് പറയുന്നവരൊക്കെ ഫോൾസ് കോണ്ടന്റ് മേക്കറാ. മാഡം പറഞ്ഞ പോയിന്റ് നിങ്ങൾ മറക്കരുത്. മാഡത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഈ മാഡത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് ഒരു റിപ്ലൈ വീഡിയോ പോലെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണ എന്നുള്ള പോലെ ഒരു പൊതു ഇൻഫോ പോലെ അവരിട്ടിട്ട് കൂടത്തിൽ നമ്മുടെ ഡെലിവറിനെ കുറിച്ചിട്ടും അവർ സംസാരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാകാതിരിക്കാൻ മാത്രം നമ്മൾ വെഡ്ഡികളാണെന്നാണ് അവർ വിചാരിച്ചതെങ്കിൽ അത് അവരുടെ തെറ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി ഇത് എനിക്കിട്ടുള്ള റിപ്ലൈ ആണെന്നുള്ളതും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡെലിവറിനെ പറ്റി സംസാരിക്കുന്ന എല്ലാവർക്കും ഉള്ള മറുപടി ആണെന്നുള്ളതും ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, അവർ ആ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കേൾപ്പിച്ചു തരാം ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് കേട്ടോ. 3 ഡെലിവറി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിന്റെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ എന്താ പറയാ, ഒരു പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി, പക്ഷെ ലോ പ്രൈസ് ആവണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ കേട്ടോ, എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി നോർമൽ ഡെലിവറി ചൂസ് ചെയ്യാൻ.
അവരുടെ വായിൽ നിന്ന് സംഭവം അറിയാണ്ട് വീണ് പോയിട്ടോ. അവരുടെ തെറ്റല്ല, നമ്മളൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ പറഞ്ഞു കേട്ടോ. കസ്റ്റമേഴ്സിന് ലോ പ്രൈസിൽ പ്രൊഡക്റ്റും വേണം, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. അതായത് നമ്മൾ ചാകാൻ നേരത്ത് നമ്മുടെ കുഴീൻ്റെ അടുത്തോട്ട് വല്ലതും കിട്ടിയാൽ മതി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോർമൽ ഡെലിവറി ചൂസ് ചെയ്താൽ മതി എന്ന്. ഇപ്പം മനസ്സിലായോ? ഈ 60 75 to 90 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊടുക്കുന്ന സാധനം എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടി, KKPP കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് മാഡം തന്നെ വായിന്ന് മൊഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കേട്ടിട്ട് മാത്രം പോയി പർച്ചേസ് ചെയ്താൽ മതി. എന്നെ പോലെ വിഡ്ഢി ശിരോമണികളോടാണ് ഞാൻ പറയുന്നത്. എക്സ്പ്രസ് ഡെലിവറി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാണിക്കുന്ന റേറ്റിൻ്റെ ട്രിപ്പിൾ ആയിരിക്കും എമൗണ്ട് വരുന്നത്. ഓക്കെ, ആ എമൗണ്ട് കൊടുത്ത് നമ്മൾ ഇതെല്ലാം വാങ്ങാൻ നിൽക്കില്ല. കാരണം അതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കിട്ടും. പിന്നെ ഉള്ളത് 10 ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമൊക്കെയാണ്. ഞാൻ മൊത്തത്തിൽ ഞാൻ കേട്ടിട്ടില്ല. 10 ദിവസം കൊണ്ടെന്നൊക്കെ പറയുന്നത്. അതൊന്നും നമ്മൾ ചൂസ് ചെയ്യില്ല. നമ്മളെല്ലാവരും സാധാരണക്കാർ ആ നോർമൽ ഡെലിവറി ഓപ്ഷനാണ് ചൂസ് ചെയ്യുക. അത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ ആരായില്ല. ബാക്കി കേൾക്കണേ. റേറ്റ് കുറവായിരിക്കും. ഇനിയിപ്പോൾ അതിലിപ്പോൾ നമ്മൾ 30 വർക്കിംഗ് ഡേയ്സ് പറയുന്ന ഒരു സാധനമാണെങ്കിൽ ആദ്യത്തെ ചിലപ്പോൾ ഹാഫ് ആളുകളുടെ ആയിരിക്കും പെട്ടെന്ന് അത് റെഡി ആയിരിക്കും. പിന്നെ ബുക്കിങ്ങിന് എടുക്കാറ് നമ്മുടെ വില കുറയണതിനനുസരിച്ച് ബുക്കിങ്ങിന്റെ എണ്ണം വളരെ കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1, 2, 100, 200, 300 എല്ലാ ആട്ടോ മുൻഗോഡസിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ബുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരാളാണ് മുൻഗോഡസ്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ പറയും തള്ളലൊക്കെ ആയിട്ട് തള്ളലല്ല, കാര്യം പറഞ്ഞതാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, മുൻഗോഡസിന്റെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ വാങ്ങാതിരിക്കും. അപ്പം നമുക്കുള്ള മറുപടി അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്കുള്ള ആൻസർ കൂടിയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബാച്ചുകാർക്കാണ് അവർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തുകൊണ്ട് ഇതിവിടെ ഒന്നും കൂടി ഇതിനകത്ത് പറയുന്നതിനെ കേൾപ്പിച്ചു തരാം. പിന്നെ ചിലപ്പോൾ 30 ദിവസത്തിന്റെ പ്രോഡക്റ്റ്, ചിലപ്പോൾ 50 ദിവസത്തിന്റെ പ്രോഡക്റ്റ്, ചിലപ്പോൾ 70 വർക്കിംഗ് ഡേയ്സിനൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാവായിരിക്കും. അതിലൊക്കെ എന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബുക്ക് ചെയ്യുന്ന എന്താ പറയാ, അപ്പൊ 1000-ന് താഴേക്കാണ് ആദ്യത്തെ ബുക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ കുറച്ച് പേർക്കല്ല, ഇപ്പോൾ 1000 പീസൊക്കെ ആണെങ്കിൽ 500 പേർക്ക് ഫസ്റ്റ് നേരത്തെ ബുക്ക്, കാരണം അത് റെഡി ഓൾറെഡി ഉണ്ടാവും. പിന്നെ അതിൽ കൂടുതൽ വരുന്നതൊക്കെ എക്സ്ട്രാസ് ആണ്. അപ്പൊ അതിന്റെ ക്ലോത്തും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് അത് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഓൾറെഡി മെയിൽ അപ്ഡേഷൻസ് വരും. കേട്ടോ, അവർ പറയുന്നത് കേട്ടോ. 30 വർക്കിംഗ് ഡേയ്സിനോ 50 വർക്കിംഗ് ഡേയ്സിനോ 70 വർക്കിംഗ് ഡേയ്സിനൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബാച്ചുകാർക്ക്, ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കാണ് അവർ ഈ സംഭവം റെഡി ആയിട്ട് കയ്യിലിരിക്കുന്ന അവർ കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ടൈം എടുക്കും. അതും ഈ KKPP കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ളതാണ്. ഇവരൊരല്പമെങ്കിലും നമ്മളോട് ആത്മാർത്ഥതയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കാര്യം ഇവർ ഇപ്പോഴാണ് വന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണേ. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നോടം വരെ ഇവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇവർക്കത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർ ആദ്യം ഇപ്പോൾ റെഡി ഫോർ ഡിസ്പാച്ച് സീരീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇവർ പറയുന്നുണ്ട് ആദ്യം റെഡി ഫോർ ഡിസ്പാച്ച് മറ്റുള്ളവർക്ക് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെയുള്ള വീഡിയോസിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യമുള്ള ബുക്ക് ചെയ്ത കുറച്ച് ആൾക്കാർക്കാണ് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുക, ബാക്കിയുള്ളവർക്ക് നമ്മൾ സമയം എടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. റെഡി ഫോർ ഡിസ്പാച്ചിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെയാണ് ഡയലോഗാണ് അവർ ഇതിനകത്തും പറയുന്നത്. 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തെ ബാച്ചുകാർക്ക് ഒരു 100, 200, 500 ആൾക്കാർക്ക് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ കൊടുക്കും. ബാക്കിയുള്ളവർക്ക് മെറ്റീരിയൽ അവരെ ഉണ്ടാക്കി അത് മേക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അയക്കാൻ എന്നുള്ളത്. ഇവരിത് എന്തുകൊണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തില്ല? വെബ്സൈറ്റിൽ ഇവർക്ക് അല്പമെങ്കിലും നമ്മുടെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യണമായിരുന്നു? വെബ്സൈറ്റിൽ ഇവർ ആ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കാണിച്ച പ്രോഡക്റ്റ് ഇവർ മെൻഷൻ ചെയ്യണമായിരുന്നു. ഫസ്റ്റത്തുള്ള 500 പേർക്കാണ് ഞങ്ങൾ റെഡി ആയിട്ട് കയ്യിലുള്ളൂ, അതിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നോർമൽ ഡെലിവറി പോലെ പോകത്തുള്ളൂ എന്നുള്ളത് എന്തുകൊണ്ട് ഇവരെ മെൻഷൻ ചെയ്തില്ല? അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ആ പർട്ടിക്കുലർ വീഡിയോയിൽ എന്തുകൊണ്ട് അവർ മെൻഷൻ ചെയ്യും? ഇപ്പം റെഡി ഫോർ ഡിസ്പാച്ചിൽ ഇവർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഓർഡർ ചെയ്താലും ആദ്യത്തെ കുറച്ച് ആൾക്കാർക്കാണ് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് കിട്ടുക, ബാക്കിയുള്ളവർക്ക് ലേറ്റ് ആകും എന്നുള്ളവർ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇവർ എന്തുകൊണ്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല? അതറിയാത്തതുകൊണ്ടല്ലേ ഞാനടക്കം പോയിട്ട് തല വെച്ച് കൊടുത്തത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ക്ലിയർ ആയിട്ട് പറയണം ബാക്കിയുള്ളവർക്ക് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ 1500 പേരിലോ അല്ലെങ്കിൽ 200 പേരിലോ നമ്മൾ പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെയാണ്? ഇവരല്ലേ പറയുന്നത്. ഇവർ പറയുന്നു 1200 അല്ലെങ്കിൽ 500 പേർക്കാർക്കാണ് ആദ്യം കൊടുക്കുന്നത്, ബാക്കിയുള്ളവർക്ക് പതുക്കെ മെറ്റീരിയലൊക്കെ ആക്കിയെടുത്തതിന് ശേഷമാണ് എക്സ്ട്രാ വരുന്നതാണ്, അത് നമ്മൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പതുക്കെ കൊടുക്കത്തുള്ളൂ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ നിൽക്കേണ്ടത്. നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞ് കാണിച്ചുകൂടെ? നിങ്ങളുടെ അടുത്ത് 500 പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 500 പീസ് അവിടെ തീർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 500 പീസിനുള്ള ബുക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് ആ ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം. വെബ്സൈറ്റിൽ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നിങ്ങളെ പല പ്രൊഡക്റ്റിനും കാണിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ അതുപോലെ കാണിച്ചിട്ടില്ല? ഞാനൊക്കെ ഓർഡർ ചെയ്തത് ഈ 500 പേരും കഴിഞ്ഞിട്ടുള്ള ഒരു ഓർഡറാണ് എൻ്റെ വന്നതിരിക്കട്ടെ.
നിങ്ങൾക്ക് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കായിരുന്നല്ലോ, നമ്മൾ അവിടെ ഓർഡർ ചെയ്യാൻ നിൽക്കത്തില്ലല്ലോ, ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് അവിടെ സ്റ്റോക്കിൽ നിന്നും പറഞ്ഞ് കാണിക്കുകയും ചെയ്ത് നമ്മൾ പർച്ചേസും ചെയ്ത് എനിക്കൊരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് ഒരു 3-4 മാസം കഴിഞ്ഞ് ഈ 30 വർക്കിംഗ് ഡേയ്സിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നു. അപ്പോഴാണ് ഇവർക്ക് ബോധോദയം വരുന്നത്, അപ്പോഴാണ് അവർ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അവർ ഡെലിവറി എന്ന് പറയുന്നത് 30 വർക്കിംഗ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയും ആദ്യത്തെ ബാച്ച് അവർക്ക് കൊടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ മെറ്റീരിയലിനെ ഉണ്ടാക്കണം, എന്നിട്ട് പതുക്കെ കിട്ടും. ഇത് നോർമൽ ഡെലിവറി പോലെ നമുക്ക് പതുക്കെ കിട്ടും എന്നുള്ളത്. ഇവരെന്താണ് ഈ പറയുന്നതെന്നും ആരെയാണ് ഈ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നതെന്നും നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാരണം ഞാൻ ഒരിക്കൽ വിഡ്ഢിയായി. ഇനിയിപ്പം നമ്മൾ റെഡി ഫോർ ഡിസ്പാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യാൻ നിന്നാലും 10 വർക്കിംഗ് ഡേയ്സ് എന്ന് കണ്ടു കഴിഞ്ഞാലും ആരും പോയിട്ട് തല വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ല, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങളുടെയൊക്കെ തീരുമാനമാണ് തല വെക്കണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ പറയുവാണ് ചെയ്തത്. എനിക്ക് മനസ്സിലായി ഇവർ ഈ 30 വർക്കിംഗ് ഡേയ്സ് കുറച്ച് കാണിച്ചാലും അത് നമ്മുടെ അടുത്ത് ഓർഡർ വാങ്ങിയെടുക്കാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ആ 500 പീസ് അവരുടെ അടുത്തുള്ളെങ്കിൽ ആ 500 പീസ് കൊണ്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് കാണിക്കണമായിരുന്നു. അത് കാണിക്കാണ്ട് അല്ലെങ്കിൽ ഈ 500 പീസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞങ്ങൾ നോർമൽ ഡെലിവറി പോലെ ഞങ്ങൾ വരത്തുള്ളൂ എന്നുള്ളത് പോലും പറയാതെ 30 വർക്കിംഗ് ഡേയ്സിനുള്ളത് അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ച് നമ്മളൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഓക്കെ, നിങ്ങൾക്ക് എന്നോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് മാഡം ഒന്നും അറിയാത്ത പോലെ ഒരു ഇൻഫോ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഡെലിവറിനെ പറ്റിയിട്ടും സ്റ്റോക്ക് ഔട്ട് ആകുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് ഡെലിവറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ ഈ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. ഇവരുടെ ഉദ്ദേശം ഇതാണ്, ഇങ്ങനെ ഡിലേ ആയിട്ടേ വരത്തുള്ളൂ. നിങ്ങൾക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവരുടെ വ്ളോഗുകളും കാര്യങ്ങളും വീഡിയോസ് എല്ലാം നമ്മൾ കാണുന്നതാണ്. അവർക്കൊരു ചക്കര മോനുണ്ട്. അപ്പോൾ മോൻ നമുക്കറിയാം അവർ ഒരു സ്പെഷ്യൽ ചൈൽഡാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കുഞ്ഞുമോൻ നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു വയ്യാത്ത മോൻ, അല്ലെങ്കിൽ വയ്യാത്ത മോൻ എന്ന് പറയണ്ട, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ വെച്ചിട്ട് നമ്മൾ അവർ ഇത്രയും ഒരു ബിസിനസ് റണ്ണ് ചെയ്യുന്നു. പ്രൊഡക്റ്റുകൾ ഡെയിലി ഒരു 3-4 വീഡിയോസ് വെച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെ അവർക്കത് സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാനും അമ്മയാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മോന് ഒരു തൈറോയിഡ് ഇംബാലൻസ്, ജോർഡനൊരു തൈറോയിഡ് ഇംബാലൻസ് വന്ന സമയത്ത് കൂടെയും അവന് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് ഞാൻ ഈ ലോകമേ അവസാനിച്ചു എന്നുള്ള ലെവലിലായിരുന്നു കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. എൻ്റെ സ്കോപ്പെല്ലാം പോയി, ഇനി നമ്മൾ ജീവിക്കുന്ന വെറുതെയാണ്, എൻ്റെ കുഞ്ഞിന് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണം. ഒരു തൈറോയിഡ് ഇംബാലൻസ്, ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നപ്പോൾ തന്നെ തകർന്നറിഞ്ഞ് വീണ അമ്മ ഞാൻ. അപ്പോഴാണ് ഇവിടെ ഒരു അമ്മ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടിട്ട് വ്ളോഗുകളൊക്കെ ചെയ്യുന്നു, നമ്മുടെ മുമ്പിൽ ഹാപ്പി ആയിട്ട് വരുന്നു, അവരുടെ ബിസിനസ് അവർ നന്നായിട്ട് റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടോ. അവരൊക്കെ ഞാൻ അത്ര എന്ത് നല്ല ഒരു അയൺ ലേഡി, അല്ലെങ്കിൽ എന്ത് നന്നായിട്ടാണ് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തകർന്നു പോകും കേട്ടോ, സത്യം പറയാനോ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആകുമായിരിക്കാം. പക്ഷെ എന്നാലും അതെൻ്റെ ഉള്ളിലൊരു വിഷമമായിട്ടൊക്കെ കടന്ന് ഞാനിങ്ങനെ തളർന്നൊരു മൂലയിൽ ഇരിക്കുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി എനിക്കറിയത്തില്ല ഭാവിയിൽ എങ്ങനെയാകും എന്നുള്ളത്. പക്ഷെ ഞാൻ അതുപോലെ റെസ്പെക്റ്റോട് കണ്ടുകൊണ്ടിരുന്നൊരു സ്ത്രീയാണ് ഇവർ, ഒരു വ്യക്തിയാണ് ഇവർ. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിരാശ എനിക്ക് തോന്നി കേട്ടോ. ഞാനൊരു ബഹുമാനത്തോടെ കൊണ്ട് നടന്ന ഒരു കഥാപാത്രമാണല്ലോ ഇങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് വിചാരിച്ച കസ്റ്റമേഴ്സിനോട്. ഇത്രയും നാൾ ഞാൻ പലരും അവരുടെ ഡെലിവറിനെ പറ്റി അവരെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ഈ ഡെലിവറി 90 വർക്കിംഗ് ഡേയ്സിനുള്ളത് അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടും ആൾക്കാർ, അത് കാണാതെയാണ് ആൾക്കാർ ഓർഡർ ചെയ്യുന്നത്. അതറിഞ്ഞപ്പോൾ അത് അവരുടെ ഭാഗത്ത് തെറ്റല്ല, നമ്മൾ അറിയാത്ത നമ്മുടെ കുഴപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞു പോലും ഞാൻ 2-3 വീഡിയോസ് ഞാൻ അവരെ പറ്റി അവരുടെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ 30 വർക്കിംഗ് ഡേയ്സ് ഞാൻ പിന്നെ നിർത്തിയതാണ്. എനിക്ക് അവരുടെ നിന്ന് വാങ്ങാൻ താല്പര്യമില്ലാതിരുന്നത് അവരെ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ടല്ല, കാരണം ഇത്രയും ഡിലേ ആവുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്, കുറച്ച് നേരത്തെ കിട്ടണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്ത് 30 വർക്കിംഗ് ഡേയ്സിന് കണ്ടതുകൊണ്ട് മാത്രം ഞാനത് ഓർഡർ കൊടുത്തത്. എനിക്ക് തോന്നി അവരുടെ കോട്ടൺ കുർത്തി റെഡി ഫോർ ഡിസ്പാച്ച് സീരീസിൽ അങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതെനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ മറന്നുപോയി, സംഭവം കുറച്ചായല്ലോ, നമ്മൾ വല്ലപ്പോഴും അല്ലേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 30 വർക്കിംഗ് ഡേയ്സിന് കണ്ടതുകൊണ്ട് ഞാൻ ഓർഡർ കൊടുത്താണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓർഡർ ഞാൻ കൊടുക്കാൻ നിൽക്കില്ല. അപ്പോൾ അവർ അതും 4 മാസം എടുത്ത് അവർ നമ്മളെ കബളിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പോലും ഇവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഇല്ല. മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യാൻ ഇവർ പറയുന്നുണ്ട്, അതിൽ നിന്ന് റെസ്പോൺസ് ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇറങ്ങിയത്. ഒരു സ്റ്റോക്ക് ഔട്ട് അവിടെ കാണിച്ചാൽ മതിയായിരുന്നല്ലോ, അതവർ കാണിക്കാതെ പോരുന്നവരൊക്കെ പോരട്ടെ, എല്ലാവരുടെയും പൈസ ഇങ്ങ് പോരട്ടെ, എല്ലാവരുടെയും ഓർഡർ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൾക്കായിട്ട് ഇവർ ഈ പറയുന്ന 10,000-25,000 അത് തള്ളലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം അവർക്ക് അത്യാവശ്യം നല്ല ഓർഡറൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഇത്രയും ഓർഡേഴ്സ് അവർ വാങ്ങിയെടുത്തിട്ട് ഇത് ഇവർക്ക് വർഷങ്ങളോളം കാത്തു നിന്നിട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ പേരിനെ ബാധിക്കത്തല്ലേ ഉള്ളൂ. എന്നാൽ പിന്നെ ആദ്യം പെൻഡിങ്ങിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രം ഇവർ അടുത്ത പ്രൊഡക്റ്റുകൾ ഇവർ പേജിൽ ഇട്ടാൽ പോരെ. ഇത് അതുമല്ല, ഒരു ദിവസം 3-4 പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും.
അപ്പോൾ ഇവരുടെ തന്നെ ഒരു വിലയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ള ഇവർ ചിന്തിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ലെവലിലോട്ട് ബ്രാൻഡിനെ ഉയർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉയർത്താനാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് ഉയർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? 30 വർക്കിംഗ് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇതായിരുന്നു. 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ സാധനം അവർക്ക് ഈ 500 പേർക്ക് കൊടുക്കാൻ അവരുടെ അടുത്ത് റെഡി ആയിട്ടുള്ളതെങ്കിൽ അതോടുകൂടി അവർ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. 500 പീസ് തീരുമ്പം ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ പേജ് കാണിച്ചാൽ മതിയല്ലോ. വെബ്സൈറ്റ് ത്രൂ ആണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ വീഡിയോസിൽ പറയണമായിരുന്നു, ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ സാധനം ആദ്യത്തെ കുറച്ച് പേർക്ക് ഞങ്ങൾ റെഡി ആയിട്ട് കൊടുക്കുള്ളൂ, ബാക്കി നോർമലായിട്ട് എടുക്കുന്നത്. അതും പറഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ ഓർഡർ വാങ്ങി പൈസയും കൈ പിടിച്ചിട്ട് ഇപ്പം വന്നിട്ട് ഇങ്ങനെ ഒരു അവർ ഇൻഫോ വീഡിയോ പോലെ നമ്മളൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷമേ ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാരായി പോയില്ലേ. പിന്നെ സാരമില്ല, പോട്ടെ, നമ്മുടെ പൈസ കൊണ്ട് അവർ ജീവിക്കുവാണെങ്കിൽ നന്നാവട്ടെ. അപ്പോൾ ഏതായാലും കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പറഞ്ഞവരോട് ഉള്ള മറുപടിയായി. അതുപോലെ മാഡത്തിൻ്റെ ഒന്നും അറിയില്ലാത്ത നന്മമരം ചമഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോയ്ക്കുള്ള മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. എന്തെങ്കിലും വേറെ എന്നെക്കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും ഒരു ടോക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. കാരണം എനിക്കിങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഈ ഒരു കാര്യമെങ്കിലും പറഞ്ഞു നിർത്തണം എന്നെനിക്ക് തോന്നി. ഇനി ഈ പറഞ്ഞ കമൻറ്റോളികളെ വേറെ ആരെങ്കിലും അമ്പെയ്ത് വിട്ടതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അവർക്കുള്ളൊരു മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. മാഡത്തിനോടാണ് പറയുന്നത്, ഫോൾസ് കോണ്ടന്റ് മേക്കർ ഞാനല്ല. അതാരാണെന്നുള്ളത് ആ കണ്ണാടിയുടെ മുമ്പിലൊന്ന് പോയി നോക്കിക്കോളൂ. പിന്നെ മാഡം അനിത വേറൊരു കാര്യം കൂടെ കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് വർക്കിംഗ് ഡേയ്സ് കുറച്ച് കാണിച്ച് 30 വർക്കിംഗ് ഡേയ്സ് നിന്നും കാണിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ഓർഡർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ വന്ന് ചെയ്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ അടുത്ത് ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്തു. നോർമൽ ഡെലിവറി ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്തു. അത് നിങ്ങൾ തരുമോ? വർഷങ്ങളെടുക്കുമോ? 10 വർഷം എടുക്കുമോ? ഞാൻ ചാകുമ്പോൾ എൻ്റെ ശവകുടീരത്തിൽ കൊണ്ട് വെക്കുമോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ഓക്കെ, നിങ്ങൾ ആ പൈസയിൽ നിന്ന് ഞാൻ ഭിക്ഷയായി തന്നതുപോലെ ഞാനങ്ങ് വിചാരിക്കും. നിങ്ങൾ ആ പൈസ കൊണ്ട് നന്നാവുമെങ്കിൽ നന്നാവ്. അത് എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് പറ്റിച്ച് എന്നെപ്പോലുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ പറ്റിച്ച് എൻ്റെ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ പൈസയൊന്നുമല്ല, അതിന് എന്തായാലും 500 എബോ റേറ്റ് ഉണ്ട്. നിങ്ങളുടെ ഷിപ്പിങ്ങും GSTയും എല്ലാം കഴിഞ്ഞ് ഒരു 600-700 രൂപ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കില്ല, എനിക്ക് കുറച്ച് പ്രാധാന്യമുള്ള എമൗണ്ടാണ്. ആ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ ഒരു 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക് നിങ്ങൾക്ക് ഞാൻ മാക്സിമം ഞാൻ സമയം തരും. അതിനുള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് കൺസ്യൂമർ കോർട്ടിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അത് പക്ഷേ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. അതിലൊരു നമുക്ക് പരിഹാരം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് പോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായി പോലീസ് സ്റ്റേഷനിലോട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് മെനക്കേടാണ്, എനിക്കും മെനക്കേടാണ്. ഒരു ഡ്രസ്സിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ വലിയ താല്പര്യമില്ല. പക്ഷേ എന്നെ കൂടെ നിർബന്ധിക്കരുത്. കാരണം ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചുറ്റിനും ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് നിയമപരം ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ആളുകൾ. ഞാനൊരു കോള് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ അതിനകത്തോട്ട് ഞാൻ ഇറങ്ങാത്തത് എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് ഇത് സ്ഥിരം പണിയായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിന് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. പക്ഷേ എന്നെ ഇറക്കിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു നോർമൽ ഡെലിവറി ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്ത് ഞാൻ വിട്ടു. നിങ്ങൾക്കുള്ള എൻ്റെ ഒരു ഭിക്ഷ പിടിച്ചോ, നന്നായിക്കോ, ആ പൈസ കൊണ്ട് നിങ്ങൾ നന്നാവും. പക്ഷേ 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കബളിപ്പിച്ച് നിങ്ങൾ വാങ്ങി എൻ്റെ ആ ഒരു എമൗണ്ട് ഒന്നെങ്കിൽ എനിക്ക് തിരിച്ചു തരിക, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടണം. വിത്തിൻ എ മന്ത് എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് ഞാൻ ഇറങ്ങും. പിന്നെ വേറെ വഴിക്ക് സംഭവങ്ങൾ പോകേണ്ട വരും. എന്നെക്കൂടെ അത് ചെയ്യിപ്പിക്കരുത്. ഞാൻ അങ്ങനെ ആരെയും റിവെഞ്ച് ചെയ്യുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. മാക്സിമം അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കാറേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അറ്റം വരെ ഞാൻ പോകും. ഞാനത് ചെയ്യിക്കും. എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലോ എൻ്റെ ഭാഗത്ത് തക്കതായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു കാര്യത്തിലോട്ട് ഞാൻ ഇറങ്ങി തിരിക്കാറുള്ളൂ. അത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ തിരിഞ്ഞ് നോക്കാറുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ കയറാറുള്ളൂ.
ഇത് നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, വെറുതെ ഒരു ഫൈറ്റിന് നിൽക്കരുത്. ഒന്നെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ തരിക, അതർവൈസ് എൻ്റെ എമൗണ്ട് നിങ്ങൾ റീഫണ്ട് ചെയ്യുക. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കാണാം.